കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ് നമുക്കെല്ലാവർക്കും അറിയാം. അത് കേൾക്കുമ്പോഴേക്ക് മറ്റുള്ളവർക്ക് ഓർമ്മ വരൽ ഹോളിവുഡ് സിനിമകളാണ്. എന്നാൽ ആ അമേരിക്കയിൽ പോലും മുസ്ലിമീങ്ങൾ വളരെ ഉറച്ച സുന്നി വിശ്വാസികളായി സുന്നത്തി ജമാഅത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്ന് മാത്രമല്ല, നമ്മളെക്കാളൊക്കെ അവർ വളരെ മുന്നേറുന്നവരാണ് എന്നാണ് അന്ന് ഉസ്താദ് അവിടെ എത്തിയ ആദ്യ രാത്രിയിൽ തന്നെ സംബന്ധിച്ച ആ വലിയ മൗലിദ് പരിപാടി തെളിയിക്കുന്നത്. ഉസ്താദ്, മറ്റൊരു വിഷയം, അന്ന് ഇതുപോലെ ഒരു സമ്മേളനത്തിനാണ് നമ്മൾ പോയത്. ആ സമ്മേളനത്തിൽ ഒരു അറബി അവതാരകൻ വിഷയം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അന്നത്തെ വിഷയം ഇൻഫോളിബിലിറ്റി ഓഫ് ദി പ്രോഫറ്റ്സ് എന്നായിരുന്നു. പ്രവാചകന്മാരുടെ അപ്രമാദിത്വം, ഇസ്മത്തുൽ അംബിയ. പ്രസംഗത്തിൻ്റെ വിഷയാവതരണം കഴിഞ്ഞപ്പോൾ സദസ്സെന്ന് ഒരാൾ ചോദിച്ചു, അബസ വ തവല്ല അൻ ജാഅഹുൽ അഅമ. ഈ ആയത്ത് ഓതിയിട്ട് ഒരു ബ്ലൈൻഡായ, ഒരു കണ്ണ് കാണാത്ത ആളെ നിങ്ങളുടെ പ്രവാചകൻ അവഗണിച്ചു എന്നൊരാരോപണമുണ്ടല്ലോ, അതിനെന്ത് മറുപടി പറയും? പല ആളുകളും അതിന് മറുപടി പറഞ്ഞു. പക്ഷേ സദസ്സ് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അവസാനം ഉസ്താദ് ഇടപെട്ടപ്പോഴാണ് അവർക്ക് സമാധാനമായത്. ഉസ്താദ് അന്ന് പറഞ്ഞ മറുപടി ചുരുക്കി ഒന്ന് പറഞ്ഞാൽ, ഇന്നും അത് ലൈവായി തന്നെ നിലനിൽക്കുന്ന ഒരു അത്യാവശ്യമുള്ള കാര്യമായതുകൊണ്ട് തെറ്റിദ്ധരിക്കുന്നവർ, പ്രത്യേകിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നവർ നല്ലോണം ഉള്ളത് കൊണ്ട് അത് നമ്മൾ കിതാബുകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഇസ്മത്തുൽ അംബിയ എന്ന കിതാബിൽ ഞാൻ അത് വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാ തൻ്റെ തഫ്സീറിൽ വിവരിച്ചിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ പ്രചരിപ്പിക്കുന്ന തുടക്ക കാലഘട്ടമാണല്ലോ. അന്ന് അവിടെയുള്ള വലിയ വലിയ നേതാക്കന്മാർ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ഇരിക്കുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണ് കാണാത്ത ഒരു സഹാബി വന്നിട്ട് ഒരു പുതിയ കാര്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നാൽ അത് വലിയ ഗുണകരമായിരിക്കുമല്ലോ എന്ന് മനസ്സിലാക്കി ഈ വ്യക്തികളെ സ്വീകരിക്കുകയും അവരോട് ചർച്ച നടത്തുകയുമായിരുന്നു ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഒരു മുത്തഅല്ലിം, ഇപ്പോൾ ഇവിടെ മർക്കത്തിലേക്ക് ഒരു വലിയ സംഘം വന്ന് അവർ ഞാനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവിടുത്തെ ഒരു മുത്തഅല്ലിം ഇന്നലെ ഓതിയ പാഠത്തിൽ സംശയം ചോദിക്കാൻ. ഇവിടുത്തെ മുത്തഅല്ലിം പറഞ്ഞാൽ ഇവിടെ തന്നെ താമസിച്ച് ഉറങ്ങി ഇവിടെ കൊല്ലങ്ങളോളം കഴിച്ചു കൂട്ടുന്നൊരു മുത്തഅല്ലിം. സംശയിച്ചാൽ ഞാൻ പറയുന്നത് എന്താ, നമുക്ക് പിന്നെ ഈ സംശയം തീർക്കുക, ഇപ്പോൾ ഇവർ വരും സംസാരിക്കുക എന്ന് പറയുന്നത് പോലെ ഞാൻ നിങ്ങളോ ആരായാലും പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപ്പോഴുണ്ടായിരുന്ന ലക്ഷ്യം ഈ വലിയ നേതാക്കളൊന്ന് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള ആളുകൾ കൂടി കടന്നു വരാനുള്ള പ്രേരണയാകുമല്ലോ എന്ന് കരുതിയാണ് സംസാരിച്ചത്. എന്നല്ലാതെ ഈ കണ്ണ് കാണാത്ത ആളെ അവഗണിക്കുകയോ തരം താഴ്ത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനോട് പിന്നീട് പറയുന്ന രൂപത്തിൽ കാണിച്ചു മുഖഭാവം കൊണ്ട് പിന്നെ വന്നാലും മതി എന്ന നിലക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിന് തെളിവായിട്ട് അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി, അല്ലാഹു തആല എനിക്ക് അദബ് പഠിപ്പിച്ചു തന്നു. ഏറ്റവും നല്ല അദബ് അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസും ഞാൻ അവിടെ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി, എൻ്റെ റബ്ബ് എനിക്ക് അദബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, എന്നെ പഠിപ്പിച്ചത് വളരെ നല്ല നിലയിലുള്ള അദബാണ് അള്ളാഹു പഠിപ്പിച്ചത് എന്ന്. ആ നിലയ്ക്ക് ഇവിടുത്തെ അദബ് ഒരിക്കലും ഏതെങ്കിലും ഒരാളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റൊരാൾ കയറി വന്ന് ആ സംസാരം മുറിക്കൽ അല്ല, മറിച്ച് ഈ കക്ഷികളോട് സംസാരിച്ച് അവരെ എങ്ങനെ ഇസ്ലാമിലേക്ക് നല്ല നിലയിൽ ലഭ്യമാകും എന്ന് ചിന്തിക്കുകയാണ്. നിങ്ങൾ ഒരാളോട് ഇസ്ലാം മതത്തെ
ശക്തിയാൽ അടിച്ചമർത്തി പ്രേരിപ്പിച്ചിട്ടില്ലല്ലോ. അവിടുന്ന് എപ്പോഴും ആ ഇസ്ലാമിനെ പറ്റി അതിന് വേണ്ടതുപോലെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരുടെ ആകർഷണ ശക്തി ഇതിലേക്ക് ഉണ്ടാവണമെന്നാണ് അവിടുത്തെ ഉദ്ദേശം. അപ്പം ഈ പാവപ്പെട്ട ആൾ വന്ന് ചോദിച്ച് അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞങ്ങ് പോയാൽ ഈ ആളുകൾ കരുതി ഞങ്ങളുമായി സംസാരിക്കുന്നതിന് ഇടയിൽ മുഹമ്മദ് വേറെ എവിടെ പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കരുതിയാൽ അവർ ഇസ്ലാമിലേക്ക് വരാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളുകൾ വരാതെയായി പോകും. പക്ഷേ പിന്നീടാണ് അല്ലാഹു തആല അവരെ സംബന്ധിച്ച് സുമ്മും ബുക്കുമുൻ ഉമ്യുൻ എന്ന് പറഞ്ഞ് അവർ കുരുടന്മാരെ പോലെയാണ്, അവർ സംസാരിക്കാത്തവരാണ്, ആളുകളെ പോലെയാണ്, അവരെ തങ്ങൾ ഉത്സാഹിച്ചിട്ട് ഫലമില്ല, അവരങ്ങോട്ട് പോണ വഴിക്ക് പോകട്ടെ എന്താകുക എന്ന് പിന്നീട് അല്ലാഹു തആല അറിയിച്ചപ്പോൾ ഈ സ്വഹാബിയെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് സദസ്സ് എല്ലാവരും അടങ്ങുകയും സദസ്സിലുള്ള ജനങ്ങൾക്ക് മുഴുവനും അത് തൃപ്തിയാവുകയും ചെയ്തു എന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഉണ്ടായ സത്യം ആണ്. 1996 ലോസ് ആഞ്ചലസ് സമ്മേളനം അത് സംഘടിപ്പിച്ചിരുന്നത് അസുന്ന ഫൗണ്ടേഷൻ ഓഫ് അമേരിക്കയായിരുന്നു. ആ സംഘടനയുടെ ഏറ്റവും വലിയ സ്പിരിച്വൽ നേതാവ് സൈപ്രസിൽ നിന്നുള്ള ഷെയ്ഖ് നാസിമായിരുന്നു. കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സണിൻലോ ഹിഷാം കബ്ബാനി ഉണ്ടായി. പക്ഷെ ഷെയ്ഖ് നാസിമിൻ്റെ ഒരു സ്വഭാവം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നിരീക്ഷിച്ചപ്പോൾ നമ്മളൊക്കെ കണ്ടത് അദ്ദേഹം സ്ത്രീകൾക്കും മുസാഫഹത്ത് ചെയ്യുമായിരുന്നു. അമേരിക്കയിലാണെന്നും ഇസ്ലാമിലേക്ക് പുതിയ ആളുകൾ കടന്നു വരുമ്പോൾ പെട്ടെന്ന് ഇസ്ലാമിൽ തൊട്ടുകൂടായ്മയുണ്ട്, തീണ്ടിക്കൂടായ്മയുണ്ട് എന്നവർ തെറ്റിദ്ധരിക്കും എന്നതായിരുന്നു സ്ത്രീകൾക്ക് വരെ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ അവർ കണ്ടെത്തിയ ന്യായം. പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദ് ഷെയ്ഖ് നാസിമിനോടും ഷെയ്ഖ് ഹിഷാമിനോടും ഈ കാര്യം സംസാരിച്ചു. അന്ന് തന്നെ ഷെയ്ഖ് ഹിഷാം അതുപോലെ ഷെയ്ഖ് നാസിം സഹോദരിമാരായ തങ്ങളുടെ മുരീദത്തുമാർക്ക് നേരിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതിന് പകരം കയ്യിലുള്ള വടി മാത്രം അവരുടെ ഭാഗത്തേക്ക് നീട്ടിക്കൊടുക്കുന്നൊരവസ്ഥയുണ്ടായി. ഇത് പറഞ്ഞത് അമേരിക്കയിലാണെങ്കിലും എവിടെ പോയാലും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പഠിപ്പിക്കേണ്ട കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ, സുന്നത്തിയമായത്തിൻ്റെ ഇസ്സത്ത് ഉയർത്താൻ ആ അവസരം നന്നായി ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ്. ഈ സമ്മേളനത്തിന് പോയതിൻ്റെ ഒരു വലിയ ഫലമാണ് അന്നത്തെ കാലിഫോർണിയൻ ഗവർണറായിരുന്ന പീറ്റ് വിൽസൺ. ആ പീറ്റ് വിൽസൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായ അസ്കിയ അബ്ദുൽ മജീദ് അദ്ദേഹം ബഹുമാനപ്പെട്ട ഉസ്താദിനോട് എനിക്ക് നിങ്ങളുടെ നാട്ടിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ കാണാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അഭിപ്രായം പറഞ്ഞപ്പോൾ അടുത്ത സമ്മേളനത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചു. കാലിഫോർണിയൻ ഗവർണറുടെ ആശംസകളുമായിട്ട് അദ്ദേഹം ഇവിടെ വന്നു. വളരെ വലിയ ഒരു വിജയമായിരുന്നു അന്നത്തെ യാത്ര. എന്നാൽ നേരത്തെ ഉസ്താദ് വിശദീകരിച്ച അബസവത്തവല്ല, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മറ്റൊരു യാത്ര കൂടി രൂപം കൊള്ളുന്നതാണ് പിന്നീട് കണ്ടത്. കാനഡയിൽ നിന്ന് വന്നവർ ഉസ്താദിൻ്റെ മറുപടി കേട്ട് വളരെ സന്തുഷ്ടരായി. അവർ ഉസ്താദിനോട് പറഞ്ഞു, ഒന്ന് കാനഡയിലേക്ക് വരണം, ഒരു മീലാദ് പരിപാടിക്ക് വേണ്ടി വരണം. ഉസ്താദിന് ഓർമ്മ ഉണ്ടാകും, വാൻകൂവർ അഥവാ ബ്രിട്ടീഷ് കൊളംബിയയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റി ആണ് വാൻകൂവർ. ആ വാൻകൂവറിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പോയി. അവിടെ മീലാദ് പരിപാടിക്ക് മാത്രമായിട്ട് പോയി. അവിടേക്ക് അവർ ക്ഷണിക്കാൻ തന്നെ കാരണം അബസവത്തവല്ലയുടെ മറുപടിയായിരുന്നു. ഉസ്താദിൻ്റെ ഓർമ്മയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ വളരെ സന്തോഷമാവുകയും. അത് പറയാനൊന്നുമില്ല. അവിടെ ചെന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പണ്ട് അവിടെ പോയി താമസിച്ച കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മളെ വന്ന് കണ്ടു. അതുപോലെ മറ്റു അവിടെയുള്ള ഉലമാക്കളൊക്കെ കണ്ടു. വെള്ളിയാഴ്ച ജുമുഅക്ക് ഖുതുബ ഞാൻ നിർവഹിച്ചത് ആ പള്ളിയിലാണെന്ന് എൻ്റെ ഓർമ്മ. അന്ന് അവരൊക്കെ ഇംഗ്ലീഷിലാണ് സാധാരണ സംസാരിക്കാറുള്ളതെങ്കിലും ഞാൻ അറബിയിലെ മാത്രമുള്ള ഖുതുബ ഓതിയപ്പോൾ അവർക്കത് വളരെ സന്തോഷകരമായി തോന്നുകയും അവർ സപ്പോർട്ട് ചെയ്യുകയുമാണ്
ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു തആല ആ യാത്ര കൊണ്ട് നമുക്ക് ഇസ്ലാമിന് വലിയ ഇസ്സത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പരസ്യമായി പറയുന്നതിന് ഒരു മടിയും അവിടെ സുന്നികൾക്ക് ഇല്ല. അവരെല്ലാം സുന്നികളാണെന്ന് തന്നെ പറയുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും നടത്തുന്നു എന്നത് ദീനിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു. കാരണം ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈമാ മസ്സത്ത് യദുംറാത്തിൻ യദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണിൻ്റെയും കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയെ തൊട്ടിട്ടില്ല, അവർ പിടിച്ചിട്ടില്ല എന്ന് സഹീഹുൽ ബുഖാരിയുടെ ഹദീസിലുണ്ടല്ലോ. ഇതുകൂടി ഞാൻ ഓതി കൊടുത്തപ്പോൾ അവർക്കത് ബോധ്യമായി എന്നതാണ് സത്യം. അതുകൊണ്ട് അവരെ വീക്ഷണം മാറ്റിയതോ ആണോ അല്ലേന്നൊന്നും നമ്മൾ അറിയേണ്ട. ദീനിൻ്റെ വിധി, ശറഇൻ്റെ വിധി ഇന്നതാണെന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ അവർ തയ്യാറായി. പിന്നെ അമേരിക്കയിലെ വലിയ വലിയ മുസ്ലിംകൾ, നമ്മൾ ഒരു കോളേജിൽ പോയല്ലോ, ഡഗ്ലസ് കോളേജ്, അവിടെ പോയിട്ട് അയാൾ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നതാണെങ്കിലും അയാൾ മറ്റൊരാളുകളെ നിർബന്ധിക്കുന്ന ആളല്ല. ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയവും വിശ്വാസവും പ്രസംഗത്തിലൂടെ അദ്ദേഹം അവരെ കേൾപ്പിക്കുന്നു. അത്രമാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇന്ന് ആ കോളേജിൻ്റെ ചാൻസലറാണ്. അക്കാലത്ത് നമ്മൾ പോയപ്പോൾ അവരൊക്കെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് പ്രവൃത്തികളിലൂടെയാണ്, അല്ലാതെ നിർബന്ധിച്ചുള്ള അടിച്ചമർത്തൽ അവരാരും ചെയ്യാറില്ല. അവരെ പ്രവൃത്തിയിലൂടെ ഇസ്ലാമിൻ്റെ സവിശേഷതകൾ, അവരുടെ സ്വഭാവത്തിലൂടെ ഇസ്ലാമിൻ്റെ സ്വഭാവം അത് പഠിപ്പിച്ച് കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൽസ്വഭാവത്തെ സംബന്ധിച്ച് ഖുർആനിൽ വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സൽസ്വഭാവത്തിൻ്റെ മേലെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് എല്ലാവർക്കുമുള്ള സൽസ്വഭാവത്തെ ഒരുമിച്ച് കൂട്ടി എല്ലാം കൈവശപ്പെടുത്തി അതിൻ്റെ മേലെ കയറിയിരിക്കുന്നത് പോലെയാണ്. അതാണ് ബൈനക്ക ലഅലാ ഖുലുഖിൻ അദീം എന്ന് ഖുർആൻ പറഞ്ഞത്. ലദൂ ഖുലുഖിൻ അദീം എന്ന് പറയാതെ ഇത് വിവരിച്ചു കൊടുക്കുമ്പോൾ അവരെല്ലാം വലിയ 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 ബുദ്ധിയുള്ളവരാണ്. ആ ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും അനുസരിക്കാൻ അവർ മനസ്സുകൊണ്ട് തന്നെ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ യാത്ര കൊണ്ട് നമുക്ക് കിട്ടിയ നേട്ടം. കാനഡയിലെ ഉസ്താദിൻ്റെ യാത്രയിൽ എടുത്തു പറയേണ്ട മറ്റൊരു ചരിത്രപ്രസിദ്ധമായ സംഭവമാണ്. അഥവാ കാനഡയിലെ വാൻകൂവറിൽ ഉസ്താദ് ഉള്ളപ്പോൾ അവിടെ ഒരു വലിയ തർക്കം നടക്കുകയാണ്. ആ തർക്കം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതുമാണ്. വടക്കേ അമേരിക്കൻ രാജ്യമായ കാനഡയിൽ നിന്ന് പരിശുദ്ധ കഅബയിലേക്ക് തിരിയണമെങ്കിൽ നേരിട്ട് വടക്കോട്ടാണ് തിരിയേണ്ടത് എന്ന് ഏതോ ഒരു പാകിസ്ഥാനിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു വന്ന എൻജിനീയർ പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ തർക്കം നടക്കുമ്പോഴാണ് ഉസ്താദിനോട് ഈ കാനഡയിൽ നിന്ന് ഞങ്ങൾ ഖിബിലയുടെ നേരെ തിരിഞ്ഞവരാകണമെങ്കിൽ, ഇസ്തിഖ്ബാലുൽ ഖിബില ഉണ്ടാകണമെങ്കിൽ എങ്ങോട്ടാകണം, മറ്റുള്ള തർക്കങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ ഉസ്താദിനോട് ഫത്വ ചോദിക്കുക. അന്ന് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നുള്ള സ്ഥാനത്ത് എത്തിയിട്ടില്ല, അത് പിന്നീടാണ്ടായത്. എന്നാൽ ഉസ്താദ് പറഞ്ഞു വടക്കേ അമേരിക്കയിൽ നിന്ന് സൗത്ത് ഈസ്റ്റിലേക്ക് തിരിയണം, അഥവാ കിഴക്ക് തെക്കായിട്ട് അല്ലെങ്കിൽ തെക്ക് കിഴക്കോട്ടാണ് തിരിയേണ്ടത്. അത് പിന്നീട് ആ കാനഡക്കാർ നമ്മുടെ നാട്ടിൽ വന്ന് ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമയോട് അടക്കം ഫത്വ വാങ്ങി അവിടെ പോയി ആ പള്ളികളിലൊക്കെ പരിശുദ്ധ കഅബയിലേക്ക് തിരിയേണ്ടത് വടക്കോട്ടല്ല
മറിച്ച് ഈ സൗത്ത് ഈസ്റ്റിലേക്കാണ് അഥവാ തെക്ക് കിഴക്കായിട്ടാണ് തിരിയേണ്ടത് എന്ന രീതിയിൽ അവർക്കൊക്കെ വളരെ വലിയ സന്തോഷമുണ്ടായി. 1996 98 ഉസ്താദ് വാഷിങ്ടണിൽ പോയിരുന്നു. വാഷിങ്ടൺ DC-യിലെ ഒരു പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ സംബന്ധിച്ച് അന്ന് ഉസ്താദ് പരിചയപ്പെട്ട ആളാണ് തുറക്കൽ ബഹുമാനപ്പെട്ട ഹനീഫ ഹാജി. അദ്ദേഹത്തിൻ്റെ അനുജന്മാരും ചിലർ ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു. ഹനീഫ ഹാജി ന്യൂയോർക്കിൽ തന്നെ താമസിക്കുന്നു. ഞാനവിടെ എൻ്റെ പേഴ്സണലായ ഒരു അഭിപ്രായമാണ് രേഖപ്പെടുത്താൻ പോണത്. ഞാൻ വൈകി കിടന്നതായതുകൊണ്ട് സുബഹി നിസ്കരിച്ച് അല്പവും കൂടി ഉറങ്ങാമെന്ന് വെച്ചു. ഉസ്താദ് തഹജ്ജുദിനൊക്കെ നേരത്തെ തന്നെ എണീച്ച് ഉസ്താദ് ദിക്റ് ചൊല്ലുമ്പം തന്നെ എൻ്റെ ഉറക്ക് ചെറിയ ഡിസ്റ്റർബ് ആയതുകൊണ്ട് ഞാൻ സുബഹി നിസ്കരിച്ച് കുറച്ച് കിടന്നു. ഞാൻ ഉണർന്നു നോക്കുമ്പോൾ ഉസ്താദിനെ കാണുന്നില്ല. ബാത്റൂം ഇന്ന് പിന്നീട് ഇറങ്ങി വരുന്നത് അലക്കാനുള്ള വസ്ത്രമൊക്കെ സ്വന്തമായിട്ട് അലക്കിയിട്ടാണ് ഉസ്താദ് ന്യൂയോർക്കിലെ ഹനീഫാജിൻ്റെ വീട്ടിൽ നിന്ന് ഉസ്താദ് പുറത്തു വരും. ഹനീഫാജി ഞാനും ഒരുമിച്ചാണ് ഉസ്താദിനെ കാണുന്നത്. ഹനീഫാജി പറഞ്ഞു, ഉസ്താദെ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നല്ലോ. ഉസ്താദ് പറഞ്ഞു, ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെയാണ്, ഇത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് ശരിയല്ല. ഉസ്താദ് ഇത് പറയുന്നത് താല്പര്യപ്പെടുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും പ്രേക്ഷകരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ ഉന്നത സ്ഥാനത്ത് എത്തിയപ്പോഴും ഉസ്താദ് ആവുന്ന കാലത്ത് സ്വന്തം വസ്ത്രം സ്വന്തം കൈകൾ കൊണ്ട് തന്നെ അലക്കുന്ന ഒരു വലിയ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നത് ആ യാത്രയിൽ എനിക്ക് ബോധ്യപ്പെട്ട സംഗതിയാണ്. വാഷിങ്ടണിലെ അന്നത്തെ സമ്മേളനത്തിലാണ് അന്നത്തെ ചെച്ചനിയൻ പ്രസിഡൻ്റായിരുന്ന അസ്ലാൻ മഷ്കദോവ് എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിത്വത്തെ പരിചയപ്പെടുന്നത്. ഉസ്താദിന് ഇപ്പോഴും ഓർമ്മ ഉണ്ടാകും, നിങ്ങളുടെ ചെച്ചനിയയിൽ ഭീകരപ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിയുന്നു. ഇസ്ലാം എന്നത് സമാധാനത്തിൻ്റെ മതമാണ് എന്ന് ആ പ്രസിഡൻറ്റിനോട് വളരെ കൃത്യമായി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആ കൂടിക്കാഴ്ച ഓർമ്മയുള്ള ഭാഗവും കൂടി ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. അവിടെ എനിക്കത്ര കൃത്യമായി ഇപ്പോഴ് വേറെ ഒന്നും ഓർമ്മയില്ല. നമ്മൾ ആ നയം വിശുദ്ധ ഖുർആനിൽ വമ്മ അർസൽനാക ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ എന്നാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റഹ്മത്തുല്ലിൽ ആലമീൻ ആകുമ്പോൾ ഒരിക്കലും ഭീകരനോ തീവ്രവാദിയോ ആകാൻ പറ്റില്ലല്ലോ. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കൃപ, കടാക്ഷം എന്നാണ് അതിൻ്റെ അർത്ഥം സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് വിവരിച്ചുകൊണ്ടാണ് അവിടെ നമ്മളൊക്കെ സംസാരിച്ചതും അവർ സംസാരിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. ഇസ്ലാം ഒരിക്കലും ഭീകര മതമല്ല, തീവ്രവാദത്തിൻ്റെ മതമല്ല. കൃപയുടെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും മാർഗങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഖുർആനിൽ തന്നെ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുന്ത ഫള്ളൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക എന്ന ആയത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ വമ്മാ അർസൽനാക ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ എന്നാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റഹ്മത്തുല്ലിൽ ആലമീൻ ആകുമ്പോൾ ഒരിക്കലും ഭീകരനോ തീവ്രവാദിയോ ആകാൻ പറ്റില്ലല്ലോ. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കൃപ, കടാക്ഷം എന്നാണ് അതിൻ്റെ അർത്ഥം സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് വിവരിച്ചുകൊണ്ടാണ് അവിടെ നമ്മളൊക്കെ സംസാരിച്ചതും അവർ സംസാരിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. ഇസ്ലാം ഒരിക്കലും ഭീകര മതമല്ല, തീവ്രവാദത്തിൻ്റെ മതമല്ല. കൃപയുടെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും മാർഗങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഖുർആനിൽ തന്നെ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുന്ത ഫള്ളൻ
വലീദൽ ഖൽബി ലംഫളു മിൻ ഹൗലിക എന്ന ആയത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീനായ കാരണത്താൽ വളരെ വിനയത്തിലാണ് തങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെടുന്നത്. ഒരിക്കലും അങ്ങ് തീവ്രവാദിയോ ഭീകരനോ അല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ തങ്ങൾക്ക് ആളെ കിട്ടുമായിരുന്നില്ല. അവരെല്ലാം വിട്ടുവിട്ട് പോകുമായിരുന്നു. തങ്ങളുടെ മതത്തിലേക്ക് ആളുകളെ കിട്ടിയത് അങ്ങയുടെ സൽസ്വഭാവം കൊണ്ടും വിനയം കൊണ്ടുമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളതും അതുതന്നെയാണ്. ആ കാര്യങ്ങളാണ് അവിടെയെല്ലാം നാം സമർത്ഥിച്ചിട്ടുള്ളത് കഴിവിൻ്റെ പരമാവധി. ഇസ്ലാം തീവ്രവാദം പ്രചരിപ്പിക്കുന്നു എന്ന ആരോപണം ശക്തിപ്പെടുന്നതിൻ്റെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ അനുഭവം ഉണ്ടായത്. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്, ഉസ്താദിന് നല്ല ഓർമ്മ ഉണ്ടാവും. JFK അഥവാ ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ നിന്ന് ട്രാൻസ് വേൾഡ് എക്സ്പ്രസ് എന്ന ഒരു വിമാനത്തിലാണ് ഞങ്ങൾക്ക് വാഷിങ്ടണിലേക്ക് പോകേണ്ടത്. ചെറിയ വിമാനമാണ്. ആ ട്രാൻസ് വേൾഡ് എക്സ്പ്രസ് എന്ന വിമാനത്തിൽ കയറാൻ വേണ്ടി ഞങ്ങൾ വിമാനത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഉസ്താദിൻ്റെ താടിയും തലപ്പാവും കണ്ട് പൈലറ്റ് അടക്കം ഇറങ്ങി വന്ന് ഉസ്താദിനെ സല്യൂട്ട് ചെയ്യുകയാണ്. ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, ഉസ്താദിനും എനിക്കും കൂടി ഒന്ന് കോക്പിറ്റിൽ കയറിയിട്ട് ആ സീറ്റിലൊന്ന് ഇരിക്കണം, അതൊന്ന് കാണാൻ താല്പര്യമുണ്ട്. നിങ്ങൾ വന്നോളൂ, പ്ലീസ് കമിൻ. ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ആ ട്രാൻസ് വേൾഡ് എക്സ്പ്രസ് എന്ന് പറയുന്ന ആ വിമാനത്തിൻ്റെ കോക്പിറ്റിൽ മെയിൻ പൈലറ്റിൻ്റെ സീറ്റിൽ ഉസ്താദും കോ പൈലറ്റിൻ്റെ സീറ്റിൽ ഞാനും ഇരുന്നു. എന്ന് പറഞ്ഞാൽ അത് കെന്യയിലെ സ്ഫോടനം, ദാറുസ്സലാമിലെ സ്ഫോടനം നടക്കുന്നതിൻ്റെ മുമ്പാണ്. അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് സെൻറ്റർ അക്രമം നടക്കുന്നതിൻ്റെ മുമ്പാണ്. അമേരിക്കയിലെ ന്യൂയോർക്കിലെ JFK അഥവാ ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ വിമാനത്തിൻ്റെ ഉള്ളിൽ വരെ ഈ താടിയും തലപ്പാവും ബിൻ ലാഡൻ്റെ അടയാളമായി കണ്ടിരുന്നില്ല. അത്രയും സമാധാനമാണ്. പക്ഷേ ഉസ്താദ് പറയും പോലെ നമ്മളുടെ തന്നെ ചില പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിനെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ കാരണമായതിലെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് എന്നാണ് ഉസ്താദ് ഇപ്പോൾ ഊന്നിപ്പറയുന്നത്. അൽഹംദുലില്ലാ, യാത്ര വളരെ സന്തോഷകരമായിരുന്നു. എന്നും ഉസ്താദ് ആ തീവ്രവാദത്തിനെതിരെ തന്നെയാണ് ശബ്ദിച്ചിട്ടുള്ളത്. എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അതേ നിലപാടിൽ തന്നെ തുടരുകയാണ്. 2006 ഇൻ്റർനാഷണൽ ഫിഖ് കോൺഫറൻസിൽ സംബന്ധിക്കാൻ വേണ്ടി ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ പ്രിട്ടോറിയയിൽ ഉസ്താദ് പോയിട്ടുണ്ട്. ജോഹന്നാസ്ബർഗിലായിരുന്നു വിമാനം ഇറങ്ങിയത്. അവിടെ നിന്ന് പ്രിട്ടോറിയയിലേക്കായിരുന്നു പോയിരുന്നത്. ആ പ്രിട്ടോറിയയിൽ നടന്ന സമ്മേളനത്തിൽ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ അടുത്ത സെഷൻ്റെ ഇടയിൽ ഒരു ഡോക്യുമെൻ്ററി പ്രദർശനം ഉണ്ടായിരുന്നു. ആ ഡോക്യുമെൻ്ററി മുഹമ്മദ് അലി ജിന്നയെ പറ്റിയായിരുന്നു. ഇന്ത്യ വിഭജിക്കപ്പെട്ടത് എങ്ങനെയാണ്, പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യം ഉണ്ടായത് എങ്ങനെയാണ് എന്നായിരുന്നു അതിൻ്റെ തീം. ആ മുഹമ്മദ് അലി ജിന്നയെ പ്രകീർത്തിക്കുന്ന വീഡിയോ അവിടെ പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ സഭയിൽ വലിയ ബഹളമുണ്ടായി. സമ്മേളനം ഇനി മുന്നോട്ട് പോകൂല എന്ന അവസ്ഥ വന്നു. ഉസ്താദ് ധീരമായി അന്ന് ഇടപെട്ടു. ആ ഡോക്യുമെൻ്ററി നിർത്തിവെപ്പിച്ചു. സമ്മേളനം 2 ദിവസം അതിൻ്റെ പൂർണ്ണമായ പരിപാടികൾ പൂർത്തിയാക്കിക്കൊണ്ട് നിർത്തിവെച്ചു. ഉസ്താദിന് അത് നമ്മളവരോട് പറഞ്ഞത് ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ തർക്കമാണ്. മുഹമ്മദ് അലി ജിന്ന അയാൾ രാഷ്ട്രീയക്കാരനായിരുന്നു, അയാളാണ് ഇതെല്ലാം കൊണ്ടുവന്നത് എന്നൊരു വിഭാഗം, മറ്റൊരു വിഭാഗമല്ലാന്നും ഈ തർക്കമാണ്. നമ്മൾ രാഷ്ട്രീയ തർക്കം ഇവിടെ നിർത്തിവെക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഫിഖ് കൗൺസിലാണ് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് സംബന്ധമായ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ്. നമ്മളെ ഈ സമ്മേളനം രാഷ്ട്രീയ കോലാഹലം കൊണ്ട് തകർന്നു പോകരുത് എന്ന് ഉന്നതമായ ആളുകളൊക്കെ പറയുകയും അവർ ഈ അഭിപ്രായം സ്വീകരിച്ച് സമ്മേളനം തുടരുകയുമാണ് ഉണ്ടായത് എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഉസ്താദ് ആ കൂട്ടത്തിലവരോട് വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു, മതപണ്ഡിതന്മാർ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി മാറാൻ പാടില്ല. മതപണ്ഡിതന്മാർ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി മാറുമ്പോഴാണ് എല്ലാ സ്ഥലത്തും കുഴപ്പമുണ്ടാകുന്നത്. ഇവിടെയും
ആ ഒരു രീതിയിലേക്ക് പോകുമോ എന്ന ഭയം കാരണമായിട്ടാണ് എനിക്ക് ഇടപെടേണ്ടി വന്നത്. അൽഹംദുലില്ലാ നിങ്ങളൊക്കെ കാര്യം മനസ്സിലാക്കി ഈ തർക്കത്തിൻ്റെ കാരണം ഇല്ലാതാക്കി സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായതിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു എന്നുകൂടി ഉസ്താദ് പറഞ്ഞതിൻ്റെ ശേഷമാണ് സമ്മേളനം തുടർന്നത്. 1987 മുതൽ എനിക്ക് തോന്നുന്നത് ഉസ്താദ് ഒരു 15 വട്ടം തന്നെയെങ്കിലും ഈജിപ്തിൽ പോയിട്ടുണ്ടാവും. അത് മിക്ക സമയത്തും റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു ഉസ്താദ് പോയിരുന്നത്. കാരണം റബീഉൽ അവ്വൽ മാസത്തിൽ കൈറോയിലെ അൽ ഹുസൈൻ, ബഹുമാനപ്പെട്ട സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പുണ്യ ശിരസ് അടക്കം ചെയ്യപ്പെട്ട മക്കാമുള്ള സ്ഥലമാണ്. ആ അൽ ഹുസൈനിലും അതുപോലെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെയും ബഹുമാനപ്പെട്ട നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെയും അതുപോലെ മറ്റു മഹാന്മാരുടെയൊക്കെ കേന്ദ്രങ്ങളിൽ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ നാട്ടിനേക്കാളും വളരെ കൂടുതലായി വലിയ രീതിയിൽ തന്നെ മൗലിദ് പരിപാടികൾ നടക്കുന്നു. സയ്യിദുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളിയിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ഉമർ കാമിൽ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഒരുപാട് വട്ടം മൗലിദിന് ബഹുമാനപ്പെട്ട ഉസ്താദ് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഈജിപ്തിലെ ആ യാത്രകളിലെ മൗലിദുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ഒന്ന് ഷെയർ ചെയ്താൽ വളരെ ഫലമായി. അത് ജാമിഉൽ അസ്ഹറിൻ്റെ പ്രസിഡൻ്റ് തന്നെ അന്ന് മൗലിദിൻ്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് ഗംഭീര പ്രസംഗം നടത്തി. ഖുർആനിലെ ധാരാളം ആയത്തുകളും അതുപോലെ സഹീഹുൽ ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഹദീസുകളും മറ്റ് തെളിവുകളും ഉദ്ധരിച്ച് പ്രസംഗം നടത്തുകയും അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും മൗലിദിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് അവിടെയുണ്ടായ അനുഭവം. അതിൻ്റെ പേരിൽ എല്ലാ പണ്ഡിതന്മാരും എല്ലാ ആളുകളും അത് സംബന്ധിക്കുന്നു. അന്നത്തെ ഭരണാധികാരി ഹുസ്നി മുബാറക്കാണ്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് റബീഉൽ അവ്വൽ 12-ാം രാവിന് അവിടെ വമ്പിച്ച ഒരു നബിദിനം നടക്കാറുണ്ടായത്. 2 പ്രാവശ്യം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി താജുൽ ഉലമ തങ്ങളവറുകളും ആ മൗലിദ് സംബന്ധിക്കാൻ വേണ്ടി പോയിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മടങ്ങി വരുന്ന വഴിക്ക് തന്തയിൽ പോയി ബഹുമാനപ്പെട്ട അഹമ്മദുൽ ബദവി തങ്ങളുടെ അടുക്കൽ പോയി, ഷെയ്ഖ് റസൂഖി തങ്ങളുടെ അടുക്കൽ പോയി. എല്ലാ മഹാന്മാരായ അക്കുത്താബുകളെയും സിയാറത്ത് ചെയ്യാനും ഗവൺമെൻറ് തന്നെ ഞങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരികയുണ്ടായി. അതെല്ലാം ആ യാത്രയിലാണ് ഉണ്ടായത്. അൽഹംദുലില്ലാ ഇസ്കന്ദരിയയിൽ ഒരു പ്രാവശ്യം സമ്മേളനം നടന്നു. അന്ന് ഇമാം ബൂസീരിയുടെയും അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ ഷെയ്ഖായ മുർസി റളിയല്ലാഹു അൻഹുവിൻ്റെയും മഹത്വങ്ങളും പ്രാധാന്യങ്ങളും അവരൊക്കെ മനസ്സിലാക്കുകയും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം റബീഉൽ അവ്വൽ നടക്കുന്ന മൗലിദുകൾ ഗംഭീരമായി നടക്കുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിൻ്റെ അടയാളമായി ലോകം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നാണ് ഉമർ കാമിൽ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഞങ്ങളെ കൂടെ ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ പരിശ്രമഫലമായി നമ്മുടെ മർക്കസ് സഖാഫത്ത് സുന്നിയ അതിന് ഈക്വാലിറ്റി സമ്പാദിക്കാൻ അദ്ദേഹം വഴി നമുക്ക് എളുപ്പമാവുകയും ചെയ്തിട്ടുള്ളതും അതിലൂടെ തന്നെയാണ്. ഇന്ന് ഉമർക്കാമി നമ്മളെ കൂടെ ഇല്ല. നമ്മുടെ മർക്കസ് ഇന്ന് ഏത് സമയത്തും കുട്ടികൾ അങ്ങോട്ട് പോയാൽ പരീക്ഷ കൂടാതെ അവിടെ ഉദ്ദേശിച്ച ക്ലാസ്സിൽ ചേരാൻ കഴിയുന്ന മുആദല ഈക്വാലിറ്റി അത് ഉണ്ടായത് ഉമർക്കാദി അവരുടെ ഉത്സാഹത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ വസീലയിലൂടെയുമാണ്. അള്ളാഹു അദ്ദേഹത്തിന് വലിയ ദർജ ഏറ്റി കൊടുക്കട്ടെ ആഖിറത്തിൽ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഉസ്താദ് ഈജിപ്ത് യാത്രയിൽ
ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം തങ്ങളെ അതുപോലെ മറ്റു മഹാന്മാരെ സിയാറത്ത് ചെയ്തതും കൂടി പറഞ്ഞു. കൂട്ടത്തിൽ മുർസി തങ്ങൾ എന്ന് പറഞ്ഞു. ആ മുർസി തങ്ങൾ എന്ന് പറഞ്ഞാൽ അബുൽ അബ്ബാസുൽ മുർസി തങ്ങളാണ്. അല്ലാതെ ഹുസ്നി മുബാറക്കിന് ശേഷം അധികാരം ഏറ്റെടുത്ത മുഹമ്മദ് മുർസി എന്ന പ്രസിഡൻറ്റിനെ അല്ല എന്ന് പ്രത്യേകം പ്രേക്ഷകരെ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹുസ്നി മുബാറക്കിനെയും അതുപോലെ അബ്ദുൽ ഫത്താഹ് സിസിയെയും ഒക്കെ അടുത്ത് പരിചയപ്പെടാൻ, അവരൊക്കെ ഉള്ള മൗലിദ് പരിപാടിയിൽ സംബന്ധിക്കാൻ, മാത്രമല്ല ഷെയ്ഖുൽ അസ്ഹർമാരായിരുന്ന ഇമാം ജാദുൽ ഹക്ക്, അതുപോലെ തൊന്താവി, അഹമ്മദ് ത്വയ്യിബ് ഇവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ, അതേപോലെ തന്നെ മാൽഡീവിയൻ പ്രസിഡൻറ്റ് മഹ്മൂൻ അബ്ദുൽ കയ്യൂം, അന്നത്തെ ഈജിപ്ഷ്യൻ ഔക്കാഫ് മിനിസ്റ്റർ മുഹമ്മദ് അലി മഹ്ജൂബ്, അന്നത്തെ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഈജിപ്റ്റ് ഷെയ്ഖ് അലി ജുമുഅ, അതേപോലെ തന്നെ പിന്നീട് വന്ന ഷൗക്കി അല്ലാം, ഇപ്പോഴത്തെ വഖഫ് മിനിസ്റ്റർ ദുക്തൂർ ഉസാമ അസ്ഹരി, അതേപോലെ തന്നെ അന്നത്തെ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ജാമിയത്തുൽ അസ്ഹർ ഡോക്ടർ അബ്ദുൽ ഫലീൽ അൽ കൂസി തുടങ്ങിയ വലിയ വലിയ വ്യക്തിത്വങ്ങളെ ബന്ധപ്പെടാനും, അന്നത്തെ സുഡാനിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ഡോക്ടർ ഹസൻ തുറാബിയെ നേരിട്ട് സംസാരിച്ച് ഈ ഇസ്ലാമിക രാഷ്ട്രീയം എങ്ങനെയാകണം, അത് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലോ മുസ്ലിമീങ്ങളെ തീവ്രവാദത്തിലേക്ക് ക്ഷണിക്കുന്ന തരത്തിലോ ആകാൻ പാടില്ല എന്ന് തുറാബിയോട് ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കാനും കൂടി ഉസ്താദ് ആ യാത്ര ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്താദിന് മൗറിട്ടാനിയയിലേക്കൊരു ക്ഷണം ഉണ്ടായിരുന്നു. മൗറിട്ടാനിയ എന്ന് പറയുമ്പോൾ പശ്ചിമാഫ്രിക്കയാണ്. ആ യാത്ര, അതിലേക്ക് ക്ഷണിക്കപ്പെട്ടവരൊക്കെ ആദ്യം എത്തേണ്ടിയിരുന്നത് ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയിലായിരുന്നു. ഉസ്താദ് ട്രിപ്പോളിയിൽ തൊറാബൽസിലെത്തി. അവിടെ എത്തിയതിന് ശേഷമാണ് മൗറിട്ടാനിയയിലേക്ക് പോകുന്നത് എന്തിനാണ് എന്നുള്ള ആശയം തെളിഞ്ഞു വരുന്നത്. അന്നത്തെ ലിബിയൻ ഭരണാധികാരിയായിരുന്ന മുഅമ്മറുൽ ഖദ്ദാഫി, അദ്ദേഹം ഇമാമത്ത് നിൽക്കുന്ന ഒരു നിസ്കാരവും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും കേൾക്കാൻ വേണ്ടിയാണ് ലോകത്തുനിന്നുള്ള ആലിമീങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് ഈ ലിബിയയിൽ വെച്ച് അറിയാൻ കഴിഞ്ഞപ്പോൾ ഉസ്താദ് ആ മൗറിട്ടാനിയയിലേക്കുള്ള യാത്ര കട്ട് ചെയ്ത് എന്നെയും ഉസ്താദിൻ്റെ മകൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയെയും നിങ്ങൾ രണ്ടാളും പോയിക്കോളൂ, ഞാൻ പോരുന്നില്ല, എനിക്ക് മർക്കസിലെ ബുഖാരി ദർസും അവിടുത്തെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നത് ഉസ്താദിന് ഇപ്പോൾ ഓർമ്മ ഉണ്ടാകുന്നതായിരുന്നു. അവിടെ ഒരു ആളെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി ഒറ്റ നിസ്കാരത്തിനും ജമാഅത്തിനും, അതുപോലെ തന്നെ അവിടെ പോയിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും, വേറെ പരിപാടിയും പ്രസംഗമൊന്നുമില്ല, ആ രാജ്യമൊന്ന് കാണുക, എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നിലൊന്ന് നിസ്കരിക്കുക, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുക, അത് മാത്രമാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലുതാണ് നമുക്ക് നാട്ടിലേക്ക് മടങ്ങിയെത്തിയാൽ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഞാൻ പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ തിരിച്ചു പോന്ന്, ലിബിയയിൽ നിന്നും തിരിച്ചു പോന്നു. അഥവാ എവിടെ ഉസ്താദ് യാത്ര ചെയ്താലും ആ യാത്ര കൊണ്ട് നമ്മുടെ ദീനിന് എന്ത് ഗുണമാണ്, അതുപോലെ തന്നെ ആ സമ്മേളനം അല്ലെങ്കിൽ ആ യാത്ര പ്ലാൻ ചെയ്തവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണ്, ഇത്തരം കാര്യങ്ങൾ തൂക്കി നോക്കി അതുകൊണ്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട് ഗുണമാണെങ്കിൽ മാത്രം അവിടെ നിൽക്കുക എന്നുള്ളൊരു പോളിസി ഉസ്താദ് ഒരുപാട് യാത്രയിൽ സ്വീകരിച്ചത് കാണാവുന്നതാണ്. അതെ.